ഹായ് ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എവിടെയാ ഉള്ളതെന്ന് മനസ്സിലായോ? അമ്പലത്തിന്റെ മുറ്റത്താന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. പൊളിച്ചക്ക് തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോയതാണ്. ഇവിടെ അമ്പലം എന്നല്ല കേട്ടോ പറയാ, കോവിൽ എന്നാണ് പറയാ. ഇത് ഒരു ത്രിശക്തി അമ്മൻ കോവിലാണ്. 3 ദേവികളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പൊ ഈ അമ്പലം കുറച്ച് ഡിഫറെന്റ് ആട്ടോ നമ്മളെ നാട്ടിൽ കാണുന്നതിനെക്കാട്ടിയും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ അമ്പലം നിങ്ങളെയും കൂടി കാണിച്ചു തരാന്ന്, അതായത് ഇവിടുത്തെ ഈ കോവില് നിങ്ങളെയും കൂടി കാണിച്ചു തരാന്ന് വെച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. സമയം ഇപ്പൊ 5:30 കഴിഞ്ഞേ ഉള്ളൂ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒറ്റ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കൃഷ്ണന്റെ അമ്പലമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ദേവീൻ്റെ അടുക്കും പിന്നെ ഒരു ശിവൻ കോവിലുമാണ് പോയിട്ടുണ്ടായത്. അപ്പൊ ആദ്യം ഞാൻ ഈ അമ്പലം നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. വീട്ടിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ അധികം മാസത്തില് ഒരു 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ പോകാറുള്ള ഒരു അമ്മൻ കോവിലാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്കും അവിടെയുള്ള ആൾക്കാർക്കും ഒക്കെ നമ്മളെ നല്ല പരിചയമാണ് കേട്ടോ. അവിടുത്തെ കീഴ്ശാന്തി ഒക്കെ മലയാളിയാണ്. പിന്നെ ഈ അമ്പലത്തിൽ നമ്മളെ അയ്യപ്പന്റെ ഒരു പ്രതിഷ്ഠയും കൂടി ഉണ്ട്. ചുറ്റമ്പലം നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പോൾ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് അയ്യപ്പനെയും കൂടി ഇവിടെ തൊഴാനുണ്ടാകും. അതുപോലെ വിഷുവിന്റെ സമയത്തൊക്കെ ഇവിടെ അയ്യപ്പന്റെ മുമ്പിലാണ് കണി വെക്കാറ് കേട്ടോ ഈ അമ്പലത്തില്. പിന്നെ വിഷുവിന് പോയാലും നമുക്ക് കൈനീട്ടും ഉണ്ണിയപ്പം ഒക്കെ ആ അമ്പലത്തിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വന്നാൽ ചെയ്യുന്ന പ്രധാന വഴിപാട് എന്ന് പറയുന്നത് നെയ്വിളക്കാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അവിടെ പോയാൽ പ്രധാനമായിട്ടും. പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസമാണെങ്കിൽ അർച്ചനയും കൂടി കഴിപ്പിക്കും. സാധാരണ നാട്ടിലൊക്കെ നെയ്വിളക്ക് നമ്മൾ കഴിപ്പിച്ചു കഴിഞ്ഞാൽ നെയ്യ് ഒഴിച്ചിട്ട് വിളക്ക് തന്നെ നമ്മളെ കയ്യിൽ വെച്ചിട്ട് നടയിൽ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് നടേന്റെ മുന്നിൽ വിളക്ക് വെക്കുക ചെയ്യുക. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ മൺവിളക്കിൽ നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് തിരിയിട്ടിട്ട് തരും. എന്നിട്ട് ദേവീന്റെ, അതായത് ചുറ്റമ്പലം പ്രദക്ഷിണം ചെയ്ത് വരുമ്പോൾ സൈഡിൽ ഒരു വിളക്ക് കത്തിച്ചിട്ട് ദേവീന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് നമ്മൾ തന്നെയാണ് നെയ്യിട്ട് ആ വിളക്ക് കത്തിച്ചിട്ട് ദേവീനെ കാണിച്ചിട്ട് അവിടെ സൈഡിൽ വെക്കുന്നതാണ് നിങ്ങളിപ്പോ കണ്ടത്. നമ്മൾ തന്നെയാണ് അവിടുത്തെ നെയ്വിളക്ക് കത്തിക്കുക, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ വെക്കുക ചെയ്യുക. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് 3 ദേവികളാണ്. അതായത് സരസ്വതി ദേവിയും ലക്ഷ്മി ദേവിയും അതുപോലെ തന്നെ ദുർഗാദേവിയാണ്. ഇവിടുത്തെ 3 ദേവിമാരാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ടാണ് ഈ അമ്പലത്തിന് ത്രിശക്തി അമ്മൻ കോവിൽ എന്ന് പറയുന്നത്. 3 ശക്തികൾ ഒരുമിച്ചുള്ള അമ്പലം എന്നാണ് അർത്ഥം. അത് തന്നെയാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകതയും. ഇവിടെ പ്രാർത്ഥിച്ച അത് നടക്കുന്നുള്ള കാര്യത്തിൽ അത്രയും വിശ്വാസം കേട്ടോ ഇവിടുത്തെ ആൾക്കാർക്ക്. ആ 3 ദേവിമാരും ഒത്തൊരുമിച്ചിട്ടുള്ള ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ അത്രയും പ്രത്യേകതകൾ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ പൊലർച്ച ആ വിളക്കിന്റെ ഭംഗിയിലും ആ ലൈറ്റിംഗ് എല്ലാം ഇട്ടിട്ട് നല്ലൊരു എന്താ പറയുക പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ രാവിലെ തന്നെ അവിടെ പോയാലും. ഇവിടുന്ന് ഞാനൊരു ശിവൻ കോവിലിലും കൂടി പോകുന്നുണ്ട്. അത് ഈ വീഡിയോന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. ആക്ച്വലി അതൊരു നെക്സ്റ്റ് പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ ഇടാം. ഇത് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യണേ. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാനും മറന്നു പോകരുത്. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. പറ്റുന്നതും ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ ആ ശിവൻ കോവിലിന്റെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ see you soon.